നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സെൽ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സെൽ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മൊഡ്യൂളിൽ അങ്ങനെ കിടക്കുന്ന സാധനമാണ് സെൽ തിയറി. സെൽ തിയറിയും സെൽ പ്രിൻസിപ്പിളും അത് രണ്ടും നിങ്ങളുടെ മൊഡ്യൂൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ പോയിൻ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ടാകും സെൽ തിയറി, സെൽ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം സെൽ തിയറി അത് പറഞ്ഞ ഓംനി സെല്ലുലെ, ഈ സെല്ലുലെ, പിന്നെ അതേപോലെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് 1 or more സെൽസ്. പിന്നെ അതേപോലെ സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ഓർഗാനിസംസ്. സെൽ അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന് പറഞ്ഞ് നമ്മുടെ സെൽ തിയറി ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തിട്ട് വന്ന സാധാ നമ്മുടെ സെൽ തിയറി, അതാണ് നമ്മുടെ സെൽ തിയറി. ഓക്കെ, അത് നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് പഠിക്കണം. ഇനി സെൽ തിയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സെൽ തിയറി നമ്മൾ അന്ന് കണ്ടെത്തിയ അതിനെ മോഡിഫൈ ചെയ്ത് സെൽ തിയറി ആയിരുന്നു. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ഒരുപാട് ഡിസ്കവറീസും കാര്യങ്ങളും ഒക്കെ വന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള മൈക്രോസ്കോപ്പിൻ്റെയും അല്ലെങ്കിൽ അന്നത്തെ സൗകര്യങ്ങൾ അനുസരിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചുണ്ടാക്കിയ തിയറിയാണത് സെൽ തിയറി. ഓക്കെ, പിന്നീട് അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ അന്നുണ്ടായിരുന്ന ആ ഒരു ഒറിജിനൽ സെൽ തിയറിയെ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ മോഡിഫൈ ചെയ്ത സെൽ തിയറിയാണ് നമ്മൾ സെൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം, ഡിസ്കവറീസും കാര്യങ്ങളൊക്കെ വന്ന് ലേറ്റർ ലൈഫിൽ മോഡിഫൈ ചെയ്ത സെൽ തിയറിയാണ് സെൽ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. സെൽ പ്രിൻസിപ്പിളിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൽ തിയറിയുടെ മോഡേൺ ഫോമാണ്. ഇതിൽ സെൽ പ്രിൻസിപ്പിളിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്, അതായത് എന്തൊക്കെയാണ് സെൽ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഇതാണ് സെൽ പ്രിൻസിപ്പിളിൻ്റെ പോയിൻറ്റ്സ്. അതിൽ ഒന്നാമത്തെ കാര്യം സെൽ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ വെച്ചാൽ, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ്. എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നുകിൽ സെൽസ് കൊണ്ട് അല്ലെങ്കിൽ സെൽസിൻ്റെ പ്രൊഡക്ട്സ് കൊണ്ടാണ്. ഫസ്റ്റ് പോയിൻറ്റ്, ഓൾ ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദെയർ പ്രൊഡക്ട്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. പുതിയ സെൽസ് ഉണ്ടാകുന്നത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പ്രീ എക്സിസ്റ്റിംഗ് മീൻസ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു സെൽസിൽ നിന്നാണ് പുതിയ സെൽസ് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്തിട്ട് ഒരു സെല്ല് രണ്ടായി ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്, പുതിയ സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ന്യൂ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അടുത്ത പോയിൻ്റ്, ഓൾ സെൽസ് ആർ ബേസിക്കലി അലൈക്ക് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എല്ലാ സെൽസും ബേസിക്കലി നോക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും അതേപോലെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെറ്റബോളിക് ആക്ടിവിറ്റീസും സെയിം ആണ്. എല്ലാ സെൽസും ബേസിക്കലി അലൈക്കാണ് ഇൻ കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് മെറ്റബോളിക് ആക്ടിവിറ്റീസ്. പിന്നെ അടുത്ത പോയിൻ്റ്, ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗാനിസം ആസ് എ ഹോൾ ആർ ദ ഔട്ട്കം ഓഫ് ദ ആക്ടിവിറ്റീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ബോഡി ഓഫ് ദാറ്റ് ഓർഗാനിസം. അതായത് നമ്മുടെ ഒരു ഓർഗാനിസത്തിൻ്റെ ഹോളായിട്ടുള്ള ആക്ടിവിറ്റീസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന, ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന ആക്ടിവിറ്റീസുകളുടെയും ഇൻട്രാക്ഷൻസിൻ്റെയും ഒരു മൊത്തത്തിലുള്ള ഒരു ഔട്ട്കം, അതിൻ്റെ ഒരു ആകെ തുകയാണ്, അതിന് കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ആകെ തുകയാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓർഗാനിസത്തിൻ്റെയും എല്ലാ ആക്ടിവിറ്റീസ്, അതായത് മൊത്തത്തിലുള്ള ഹോൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ഒക്കെ ആകെ തുകയാണ് എന്ന്. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, ഈച്ച് സെൽ ഈസ് മെയ്ഡ് ഓഫ് എ സ്മോൾ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം ഹാവിങ് എ ന്യൂക്ലിയസ് ബൗണ്ടഡ് ബൈ എ സെൽ മെംബ്രെയിൻ വിത്ത് ഓർ വിത്തൗട്ട് എ സെൽ വാൾ. അതായത് ഓരോ സെല്ലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്മോൾ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഭാഗമാണ്. അതും പ്രോട്ടോപ്ലാസം, ആ പ്രോട്ടോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്, ഹാവിങ് എ ന്യൂക്ലിയസ്. പ്രോട്ടോപ്ലാസത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ടാകും, ബൗണ്ടഡ് ബൈ സെൽ മെംബ്രെയിൻ. ഈ ന്യൂക്ലിയസ് പിന്നെ സെൽ മെംബ്രെയിൻ ഉണ്ടാകും, ഓരോ സെല്ലിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ടാകും, വിത്തൗട്ട് എ സെൽ വാൾ. ചില സെല്ലുകൾക്ക് ഒന്നുകിൽ സെൽ വാൾ ഉണ്ടാകും അല്ലെങ്കിൽ സെൽ വാൾ ഉണ്ടാകില്ല.
എന്നുള്ളതാണ്. അതായത് സെൽ വാൾ ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു പ്ലാന്റ് സെൽസിനാണ് സെൽ വാൾ ഉള്ളത്, ആനിമൽ സെൽസിന് സെൽ വാൾ ഉണ്ടാവില്ല. ഒന്നുകിൽ ആനിമൽ സെൽ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ സെല്ലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ചെറിയ പ്രോട്ടോപ്ലാസം, അതിൻ്റെ ഉള്ളിലൊരു ന്യൂക്ലിയസും അതിനെ ചുറ്റി ഈ ഒരു പ്രോട്ടോപ്ലാസം അതിൻ്റെ ബൗണ്ടറി ആയിട്ടൊരു സെൽ മെംബ്രെയിനും ഉണ്ടായിരിക്കും ആനിമൽ സെൽസിൽ. അല്ല പ്ലാന്റ് സെല്ലാണ് ഒന്നുകിൽ വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് സെൽ വാൾ എന്നാണ്. ആനിമൽ സെൽസിൽ സെൽ വാൾ ഉണ്ടായിരിക്കുന്നതല്ല, പ്ലാന്റ് സെൽസിലാണെന്നുണ്ടെങ്കിൽ സെൽ വാൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആ പോയിന്റ്. അത് ഇതിൽ നേരിട്ട് പറയുന്നില്ല, വിത്തൗട്ട് സെൽ വാൾ എന്നാണ് ആ പോയിന്റ്. അതായത് ഈ പോയിന്റ്സ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് സെൽ പ്രിൻസിപ്പിളാണ്. ഈ പ്രിൻസിപ്പിളിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് അത് അതേപോലെ തന്നെ, കാരണം ഇതിനെ നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല, ഇത് പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഇതിലെന്താണോ പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ആ പോയിൻ്റ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം, മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ മതി. അത് ബൈ ഹേർട്ട് ആക്കിയിട്ട് തന്നെ പഠിക്കണം. കാരണം ഈ പോയിൻറ്റ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മാറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സെൽ വാൾ ഉള്ളത് പ്ലാന്റ് സെല്ലാണ് ആനിമൽ സെല്ലാണെന്ന് ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും നിങ്ങളിതിൽ എഴുതണ്ട, ഈ പോയിൻ്റ് ജസ്റ്റ് വിത്ത് ഓർ വിത്തൗട്ട് സെൽ വാൾ എന്നുള്ള രീതിയിൽ തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ഹെറിഡിറ്ററി യൂണിറ്റാണ്. ഹെറിഡിറ്ററി യൂണിറ്റ് ഓഫ് ലൈഫ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. അതായത് സെൽസ് ആർ ദ ഹെറിഡിറ്ററി യൂണിറ്റ് ഓഫ് ലൈഫ് ആസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. അതായത് സെല്ലിൻ്റെ ന്യൂക്ലിയസിൽ ഹെറിഡിറ്ററി സബ്സ്റ്റൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ സെല്ലാണ് നമ്മുടെ ഹെറിഡിറ്ററി യൂണിറ്റ് എന്ന് പറയുന്നത്. അത് ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പരമ്പരാഗതമായി അതായത് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ഹെറിഡിറ്ററി. അപ്പം ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് പറയുന്നത് ജീൻസാണ്. നമ്മൾ പറയുന്ന ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് ജീനാണ്. ഈ ജീന് കാണുന്നത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ന്യൂക്ലിയസിലെ ഒരു ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത്, ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ ജീനാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെറിഡിറ്ററി, അതായത് നമ്മുടെ പരമ്പരാഗതം എന്നല്ല, അതായത് നമ്മൾ നമ്മളെ അച്ഛനെ പോലെയാണ് അമ്മയെ പോലെയാണ് എന്നൊക്കെ പറയുന്നത് ആ ജീൻസിൽ വരുന്ന സിമിലാരിറ്റീസ് കൊണ്ടാണല്ലോ. അപ്പം ആ ഒരു ഹെറിഡിറ്ററി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. ഓരോ ഹെറിഡിറ്ററി അതിൻ്റെ പ്രധാനപ്പെട്ട യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. സെല്ലിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയൽ. അപ്പോൾ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി സബ്സ്റ്റൻസ് അതുള്ളത് കൊണ്ട് തന്നെ സെല്ലാണ് ഹെറിഡിറ്ററി യൂണിറ്റ് ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് ഇൻവോൾവ് ചെയ്യുന്നത് സെല്ലിൻ്റെ ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും അനുസരിച്ചിട്ടാണ്. ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് സെൽസ്. ഒരു ഓർഗാനിസത്തിൻ്റെ സെൽസ് വളർന്ന് അത് ഡിവൈഡ് ചെയ്ത് വീണ്ടും ഇതാവുന്ന ആ ഒരു മൾട്ടിപ്ലിക്കേഷനും ഗ്രോത്തും അനുസരിച്ചിട്ടാണ് ഓരോ ഓർഗാനിസത്തിൻ്റെയും ഗ്രോത്ത്. ഓക്കെ, ഗ്രോത്ത് ഓഫ് ആൻ ഓർഗാനിസം ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ സെൽസ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ജെനറ്റിക് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ സ്റ്റോർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻസൈഡ് ദ സെൽ. ജെനറ്റിക് പീസസ് ഓഫ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ജെനറ്റിക് ഇൻഫർമേഷൻ, നമ്മുടെ ജനിതക വിവരം എന്ന് വെച്ചാൽ നമ്മൾ ജീൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ്ലി കോഡഡ് ആണ്. നമ്മളുടെ മുടി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് എത്ര ഹൈറ്റ് ഉണ്ടാകും, എത്ര വെയിറ്റ് ഉണ്ടാകും, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോർഡ് ആണല്ലോ. അപ്പോൾ ഗ്രോത്ത് അല്ല, ഈ ജെനറ്റിക് പീസ് ഓഫ് ഇൻഫർമേഷൻ സെല്ലിൻ്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് അത് ജീനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജെനറ്റിക് ഇൻഫർമേഷൻ സെല്ലിലാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ജെനറ്റിക് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആർ സ്റ്റോർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻസൈഡ് ദ സെൽ. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഓൾ ദ സെൽസ് ആർ ടോട്ടിപൊട്ടൻറ്റ്, വിച്ച് മീൻസ് എ സിംഗിൾ സെൽ ഗിവ്സ് റൈസ് ടു ദി ഹോൾ ഓർഗാനിസം. ഇത് ബേസിക്കലി എല്ലാ സെൽസും ടോട്ടിപൊട്ടൻ്റ് ആണ്. ഈ ടേം അതുപോലെ തന്നെ പഠിക്കണം. ടോട്ടിപൊട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സെല്ല്, ഒരു ഒറ്റ സെല്ല്, സിംഗിൾ സെല്ല്, അതിൽ നിന്ന് തന്നെ അതിന് വീണ്ടും ഒരൊറ്റ സെല്ലിൽ നിന്ന് ഒരു ഹോൾ ഓർഗാനിസത്തെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് അടുത്ത തലമുറയാവുന്നു. അടുത്ത തലമുറ മീൻസ് സിംഗിൾ സെല്ലിന് ആ ഒരു കഴിവുണ്ട്. അപ്പോൾ ഈ സെൽസാണ്, അതായത് ബേസിക് യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നാണ് അടുത്തൊരു ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ബേസിക്കലി എല്ലാ സെൽസും ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ആ ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് ഒരു ഹോൾ ഓർഗാനിസത്തെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ്, ഈച്ച് സെൽ മെയിൻറ്റെയിൻസ് ഇറ്റ് ഇൻഡിവിജ്വാലിറ്റി. എ സെൽ ഹാസ് എ സ്പെസിഫിക് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ആൻഡ് ഹോമിയോസ്റ്റാസിസ്. ഓരോ സെൽസും അതിൻ്റേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമ്മൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്നൊക്കെ പറയും പോലെ ഓരോ സെൽസിനും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോ സെല്ലിനും അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള അതിൻ്റെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഹോമിയോസ്റ്റാസിസും ഉണ്ട്. ഓരോ സെല്ലിനും അതിൻ്റേതായ സ്പെസിഫിക് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ്, അതേപോലെ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണ്. ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ സെൽ പ്രിൻസിപ്പിൾസ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിക്കണം. ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തത്, എല്ലാ ഓർഗാനിസംസും ഉണ്ടാക്കിയെടുക്കുന്നത് കമ്പോസ്ഡ് ഓഫ് സെൽസ് ആൻഡ് ദെയർ പ്രോഡക്ട്സ്. അതേപോലെ പുതിയ സെൽസ് അറൈസ് ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ്. എല്ലാ സെൽസും ബേസിക്കലി അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷനും മെറ്റബോളിക് ആക്ടിവിറ്റീസും ഒരേപോലെയാണ്. പിന്നെ അതേപോലെ ഒരു ഓർഗാനിസത്തിൻ്റെ ഹോൾ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ ബോഡിയിൽ നടക്കുന്ന ഇൻട്രാക്ഷൻസിൻ്റെയും ആക്ടിവിറ്റീസിൻ്റെയും ഔട്ട്കംസ് ആണ്. ഓരോ സെൽസും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്മോൾ മാസ് ഓഫ് പ്രോട്ടോപ്ലാസം, അതിനെ ചുറ്റിയൊരു ന്യൂക്ലിയസും, ഈ ന്യൂക്ലിയസിനെ ബൗണ്ട് ചെയ്ത് ഈ ഒരു പ്രോട്ടോപ്ലാസത്തിനെ ബൗണ്ട് ചെയ്തൊരു സെൽ മെംബ്രെയിന് വിത്തൗട്ട് സെൽ വാൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെറിഡിറ്ററി യൂണിറ്റ് ഓഫ് ലൈഫാണ്. കാരണം എന്താ വെച്ചാൽ അത് ഹെറിഡിറ്ററി സബ്സ്റ്റൻസിനെ അതിൻ്റെ ന്യൂക്ലിയസിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെല്ലിൻ്റെ ഗ്രോത്തും മൾട്ടിപ്ലിക്കേഷനുമാണ്. അതേപോലെ ജെനറ്റിക് പീസസ് ഓഫ് ഇൻഫോർമേഷൻ, ഒരു ഓർഗാനിസത്തിൻ്റെ ജെനറ്റിക് പീസസ് ഓഫ് ഇൻഫോർമേഷനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതും എക്സ്പ്രസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ സെല്ലിലാണ്. അതിൻ്റെ സെല്ലിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ബേസിക്കലി എല്ലാ സെൽസും ടോട്ടിപ്പൊട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സെൽസിന് അതിൻ്റെ ഹോൾ ഓർഗാനിസത്തിനെ ക്യൂറൈസ് ചെയ്യാൻ കഴിയും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സെൽസും അതിൻ്റെ ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ സെല്ലിനും അതിൻ്റേതായ ഒരു സ്പെസിഫിക് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും ഒരു ഹോമിയോസ്റ്റാസിസും ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ടും സെൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി സെൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമ്മുടെ സെൽ തിയറീനേക്കാളും ബെറ്റർ ദാൻ, അതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മുടെ സെൽ പ്രിൻസിപ്പിൾ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ലിവിങ് തിങ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മൈക്രോ ഓർഗാനിസംസിനാണെങ്കിലും പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസിനാണെങ്കിലും എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്കതിൽ കണ്ടാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൽവാൾ ഉള്ളതും സെൽവാൾ ഇല്ലാത്തതും എന്ന് പറഞ്ഞു. അവിടെ എന്താണ് അർത്ഥം? അതായത് സെൽവാൾ ഉള്ളതെന്ന് പറയുമ്പോൾ പ്ലാന്റ് സെല്ലാണ്, മറ്റേത് അനിമൽ സെല്ലാണ്. അപ്പോൾ അങ്ങനെ ഏതൊരു ലിവിങ് ഓർഗാനിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമല്ല, മൈക്രോ ഓർഗാനിസംസ് മുതൽ, അതായത് സൂക്ഷ്മജീവികൾ മുതൽ പ്ലാന്റ്സിലും അനിമൽസിലും എല്ലാത്തിലും പറ്റും. അതേപോലെ അത് മാത്രമല്ല, ഇത് കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ള, കുറച്ചും കൂടെ നിയർലി മോഡേൺ ഫൈൻഡിങ്സ് ആണ്. സെൽസിനെ കുറിച്ച് ഓൾമോസ്റ്റ് മോഡേൺ ആയിട്ട് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ കൂടെ കൂടിയിട്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞു ഒരുപാട് ഡിസ്കവറീസിനൊക്കെ ശേഷം വന്നിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസാണ്. അപ്പോൾ സെൽ തിയറിനേക്കാളും ഒരുപാട് ബെറ്ററാണ്. കാരണം ആ സമയത്തെ സൗകര്യങ്ങൾ വെച്ചാണ് സെൽ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിരുന്നാലും ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഇവിടെ കുറച്ചും കൂടെ മോഡേൺ ഫൈൻഡിങ്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയാനുള്ളത്.